പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ മിഥുൻ മുരളി തയ്യാറാണ്. മിഥുനെ, കാഞ്ഞിരപ്പള്ളിയിൽ NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യൻ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം ആവേശം? ശ്യാമ, വലിയ ആവേശത്തിൽ തന്നെയാണ് NDA ക്യാമ്പ്. ഒട്ടും ആവേശം ചോരുന്നില്ല. വലിയ ആവേശത്തിൽ തന്നെ കൊട്ടിക്കലാശത്തിന് തയ്യാറെടുത്ത് പൊൻകുന്നം ടൗണിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് NDA BJP പ്രവർത്തകരെല്ലാം തന്നെ. ആവേശം അതിന്റെ വാരോളം എത്തുന്ന സാഹചര്യം തന്നെ, അവസ്ഥ തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കാണുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ വിജയത്തിൽ കവിഞ്ഞൊന്നും തന്നെ NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നില്ല. കരുത്തനായ സ്ഥാനാർത്ഥിയാണ് NDAക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഉള്ളത്. കേന്ദ്രമന്ത്രിയാണ് ജോർജ് കുര്യൻ. BJPയുടെ സമുന്നതനായ നേതാവ് ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായ സീറ്റാണ് കാഞ്ഞിരപ്പള്ളി എന്ന NDA ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിൽ മധ്യ കേരളത്തിൽ കൃത്യമായി തന്നെ BJP മുന്നേറ്റം സാധ്യമാക്കുന്ന, NDA മുന്നേറ്റം സാധ്യമാക്കുന്ന BJPയുടെ NDAയുടെ പ്രതിനിധികൾ നിയമസഭയിലേക്ക് കോട്ടയത്ത് നിന്ന് മധ്യ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പായി മാറും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് NDA ക്യാമ്പ് ഉറപ്പിക്കുകയാണ്, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലെല്ലാം ശുഭപ്രതീക്ഷയോടുകൂടി, വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ NDA BJP ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടമാക്കുകയും ചെയ്യുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളെ കാണാം. സ്ത്രീകളടക്കം വനിതാ പ്രവർത്തകരടക്കം ആവേശകരമായി പൊൻകുന്നം ടൗണിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ BJPയുടെ കൊടിതോരണങ്ങളോടുകൂടി NDA ഘടകകക്ഷികളുടെ തൊടുകൂർണങ്ങൾ വാനിൽ ഉയർത്തിക്കൊണ്ട് ആവേശം ഒട്ടും ചോരാതെ ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് BJP NDA ക്യാമ്പ് പ്രവർത്തകരെല്ലാം. ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വാനിൽ BJPയുടെ കൊടിതോരണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രായഭേദമന്യേ വനിതാ പ്രവർത്തകരടക്കം കൂടുതലായി പങ്കെടുത്തുകൊണ്ട് ആ കൊട്ടിക്കലാശം ഏറ്റവും അതിന്റെ പ്രൗഢഗംഭീരമായ ഒന്നാക്കി മാറ്റുകയാണ് BJP പ്രവർത്തകർ. 20 വർഷം കാഞ്ഞിരപ്പള്ളിയെ പ്രതികരിച്ച N. ജയരാജ് LDFന്റെ പ്രതിനിധി ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത കാഞ്ഞിരപ്പള്ളിയുടെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താത്ത സാഹചര്യം, ഒപ്പം തന്നെ അങ്ങനെ നിലനിൽക്കുന്ന ജനവിരുദ്ധ വികാരം, LDF സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ജനവിരുദ്ധ വികാരം കാഞ്ഞിരപ്പള്ളിക്കും കോട്ടയത്തിനൊന്നാകെ, കേരളത്തിനൊന്നാകെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യൻ നൽകിയിരിക്കുന്ന പ്രത്യേക പരിഗണനകൾ, ഇതൊക്കെ NDAക്ക് അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിന് ഉള്ളത്. അങ്ങനെ ഇത്തവണ വിജയം ഉറപ്പെന്ന് പറയുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ മറ്റ് രണ്ട് മുന്നണികളെക്കാൾ വളരെ മുന്നിട്ട് നിന്ന പ്രചരണ പരിപാടികളാണ് തുടക്കം മുതൽ തന്നെ. ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ മുതൽ തന്നെ NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളിയിൽ കാഴ്ചവെക്കുന്നത് മറ്റ് രണ്ട് മുന്നണികളെക്കാൾ പ്രചാരണത്തിൽ ഏറെ മുന്നിലായിരുന്നു. പരമാവധി ആളുകളെ നേരിൽ കണ്ടുള്ള പ്രചാരണം നടത്താൻ NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. ജനസമ്മതിയുള്ള നേതാവാണ്, BJPയുടെ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള നേതാവാണ്, മുതിർന്ന നേതാവാണ്. ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ജോർജ് കുര്യന് അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളത്. ഇങ്ങനെ ജോർജ് കുര്യന്റെ വ്യക്തിപ്രഭാവം, സഭാ നേതൃത്വങ്ങളോടുള്ള, കാഞ്ഞിരപ്പള്ളിയിൽ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾക്ക് നേരോട്ടമുള്ള മണ്ഡലമാണ്, അങ്ങനെ സഭാ നേതൃത്വങ്ങൾക്ക് ഉള്ള ജോർജ് കുര്യനുള്ള സ്വാധീനം, ഇതെല്ലാം അനുകൂലമായ ഘടകമായി മാറും എന്നുള്ള വിലയിരുത്തലിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് NDA ക്യാമ്പ്. സമാനമായി തന്നെ കോട്ടയം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ പാലായിലും പൂഞ്ഞാറിൽ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്ന് വിശേഷിപ്പിക്കാവുന്ന PC ജോർജാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്നത്. പാലായിലേക്ക് വന്നാൽ ഷോൺ ജോർജാണ്, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ. അങ്ങനെ മുതിർന്ന നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, BJPയുടെ വ്യക്തിപ്രഭാവമുള്ള നേതാക്കളെ BJP NDA കോട്ടയം ജില്ലയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്തവണ കൃത്യമായ സ്വാധീനം, മുന്നേറ്റം NDAയുടെ പ്രതിനിധികൾ കോട്ടയത്ത് നിന്നും മധ്യ കേരളത്തിൽ നിന്നും ഉണ്ടാകും. കോട്ടയത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരും നേരത്തെ തന്നെ വിലയിരുത്തലുകൾ നടത്തിയത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊക്കെ ഒരു അവസാനമുണ്ടാകുന്ന, കേരള കോൺഗ്രസ് രാഷ്ട്രീയം അപ്രസക്തമാകുന്ന മധ്യ കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ സമവാക്യങ്ങളിലടക്കം മാറ്റമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഉണ്ടാകുന്നത് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ മുതൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തിൽ ഉണ്ടായതാണ്. ആ വിശ്വാസം തന്നെയാണ് BJP പ്രവർത്തകരും NDA പ്രവർത്തകരും NDA ക്യാമ്പുമെല്ലാം മുന്നോട്ട് വെക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ആത്മവിശ്വാസം, ആവേശം എങ്ങനെയുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ? ആവേശം എങ്ങനെയുണ്ട്? ആവേശം, തെരഞ്ഞെടുപ്പിനുള്ള ആവേശം എങ്ങനെയുണ്ട്? ആവേശം ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഒരു 6000 വോട്ടിന് മേലെ ഞങ്ങൾ ജയിച്ചിരിക്കും. ജോർജ് കുര്യൻ്റെ ഉറപ്പാണ്. കാരണം ക്രൈസ്തവ മേഖലയും
ഈവൻ ഹൈദരാബാദ് മേഖല എല്ലാം ഒന്നിച്ചിരിക്കുന്ന ഒരു മൊത്തം കൺസോൾട്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആവേശമൊക്കെ എങ്ങനെയുണ്ട്? ആവേശമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളെ? ഏറ്റവും നല്ല ജോർജ് കുര്യൻ ഇവിടെ ജയിക്കും. എന്ത് പറയുന്നു? ജോർജ് കുര്യൻ ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ജോർജ് കുര്യൻ ഉറപ്പാണോ? MLA ആയി ഉണ്ടാകുമോ കാഞ്ഞിരപ്പള്ളി? എന്ത് പറയുന്നു? ആവേശം എങ്ങനെയുണ്ട്? ജയിക്കും. ജോർജ് കുര്യൻ സാർ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. വികസനം എന്നേരെ കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ ഉള്ളത്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. എന്ത് പറയുന്നു? ഞങ്ങൾ നല്ല ആവേശത്തിൽ തന്നെയാണ്. നല്ല ആവേശത്തിലാണ് കാഞ്ഞിരപ്പള്ളിക്കാർ. മാറ്റം ഉണ്ടാകുമോ കാഞ്ഞിരപ്പള്ളി? കാഞ്ഞിരപ്പള്ളിക്ക് ഇത്തവണ മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാവും. എന്ത് പറയുന്നു? ജോർജ് കുര്യൻ ഒരു 10,000 വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും, ഉറപ്പാ. കാഞ്ഞിരപ്പള്ളിയിൽ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ NDAയുടെ പ്രതിനിധിയായി ജോർജ് കുര്യൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് NDA പ്രവർത്തകരെല്ലാം ഭാരത് മാതാ കി ജയ് വിളികളോടൊക്കെ കൂടി വലിയ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. വനിതാ പ്രവർത്തകരുണ്ട്. വനിതാ പ്രവർത്തകരൊക്കെ ധാരാളമായി എത്തിയിട്ടുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ആവേശം എങ്ങനെയുണ്ട്? എന്താണ് തെരഞ്ഞെടുപ്പിനെ പ്രതികരിക്കാൻ പോവുകയാണ്? ജോർജ് കുര്യൻ ജയിക്കുമോ? എന്താണ് അങ്ങനെ ആവേശം? ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. ഞങ്ങളുടെ ജയിച്ചു.